ഇന്ന് എന്താ താത്തിയും അനിയത്തിയും പാടെ അടുക്കളയിൽ കയറിക്കാണ്. എന്താണ് പ്ലാൻ നിങ്ങളുടെ? ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി വെക്കണം എന്നാണ് ഇവരെന്നോട് എന്നിങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പിന്നെ ഒന്നും മുണ്ടണില്ല. ഒരു സത്യം പറയട്ടെ, ഞാൻ ഈ സത്യം പറയണ്ട. ഈ സത്യം പറഞ്ഞ വേറെ വല്ല സത്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരും. വേണോ? വേണ്ടേ? അപ്പൊ ഞങ്ങൾ എന്തെന്നറിയോ, ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതെ, ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്, വിചാരിക്കുന്നത്. എന്ത് അതെങ്ങനെ വെച്ചാ ഞാൻ പറഞ്ഞുതരാ ഗായ്സ്. നമ്മള് ബീഫ് അടുപ്പത്ത് വെച്ച് ചായ ഇടിക്കാൻ മുട്ടി. കുഴപ്പമില്ല, ഈ ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ഇട്ടോ. തൊഴിലില്ലാത്തോണ്ട് ഇട്ടതാ. ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. നീയില്ലേ ഞങ്ങൾ വീഡിയോ ഇടില്ല. അതന്നെ ഞങ്ങൾക്ക് അറിയാട്ടോ. തുടങ്ങില്ലേ ബിരിയാണി? ഇതെന്താണോ? അല്ല, വെക്കാൻ പോണുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്. നമ്മള് വെള്ളം പാകത്തിന് എടുക്കുക, പിന്നെ അതിന് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ബുക്കിൽ എഴുതി പഠിച്ചതാണോ കാണാപ്പാടം പഠിച്ചതാണോ? അറിയുന്ന ഒരു സംഭവമാണ്. ഈ വെള്ളത്തിന് അളവ് പറയണ്ടേ? അതിപ്പോ ഒരു പാത്രം അരിയാണെച്ചെങ്കിൽ 2 പാത്രം വെള്ളം സെറ്റ് അടി. പിന്നെ എന്താണ് ഇതെന്താന്നറിയോ, ഇതൊരു ടിപ്പാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിക്കുക. എണ്ണ ഒഴിക്കരുത് കേസ്, കുറച്ച് തുള്ളി വെള്ളം. അതിൽ നമ്മളിത് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി എടുക്കുമ്പോ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. ഇട്ടിട്ടില്ല, വേഗം ഉപ്പിട്. അപ്പൊ വെള്ളം ആവട്ടെ. സത്യം പറയട്ടെ, സത്യം പറയാത്തോണ്ട് ഒരിട സത്യം പറഞ്ഞ പ്രശ്നമാവട്ടോ. അപ്പക്ക് പ്രശ്നമാവീന്ന്. ഈ സത്യം പറയണ്ട, ഈ ഞങ്ങൾ വെച്ചിട്ട് കഴിച്ചു നോക്കാം. എന്നിട്ട് സത്യം പറയണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കാര്യം പറയാം. ഞാൻ പറയാം ലാസ്റ്റ് പറയൂട്ടോ. വീഡിയോയുടെ എൻഡ്. അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കിയതിന് ശേഷം പറഞ്ഞാൽ മതി. ഇതാവട്ടെ കേട്ടോ. ജേക്കറിൽ എല്ലാവർക്കും കൂടി ഒരു ബുക്ക് പറയാല്ലേ, ബെഡ് ബുക്ക് ചെയ്യാലേ. ഇതില് ബെഡ് ബുക്ക് ചെയ്യേണ്ടി വരില്ല കേട്ടോ. കാരണം ഇത് എക്സ്പെർട്ട് ബിരിയാണി വെക്കുന്ന ഞാൻ സെറ്റ് ആക്കിയതാണ്. സത്യം പറയട്ടെ, നോ ടെൻഷൻ. സത്യം പറയട്ടെ, ഇടയിൽ കൊല്ലിടില്ലേ. അപ്പൊ എന്നാ ഇതാവട്ടെ കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മള് ചിക്കൻ മസാല ആക്കാണ്. ചിക്കൻ നല്ല വൃത്തിയായി കഴുകി ഫ്രഷ് ആയി വെച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് 3 ടീസ്പൂൺ ഓഫ് ചില്ലി പൗഡർ. ഇംഗ്ലീഷ് വേണ്ടിട്ടോ. അതന്നെ ചിക്കൻ കഴുകിയതിന്റെ നെജ്ജ് ആണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. കുട്ടി എരിവ് കൂടുട്ടോ. അപ്പൊ 2 ടീസ്പൂൺ ടെർമറിക് പൗഡർ. എന്താണ് ആടി? ഞാൻ ഈ മഞ്ഞപ്പൊടിയുടെ പേര് എന്താ കിട്ടാത്ത നടക്കിയിരുന്നു. ടെർമറിക് പൗഡർ. കുരു പാടില്ല. അത് കുഴപ്പമൊന്നുമില്ല, കുരുന്ന് പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ജിമ്മാണോ? ഉപ്പ് 3 ടീസ്പൂണിലിട്ടോ. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ. ദെൻ നക്കി നോക്കലും. എന്ത് കുട്ടിക്കൊന്ന് ആവശ്യത്തിന് എല്ലാ കൈകളും ഇതിന്റെ ഇടയിൽ പെട്ടോ. 1 ലക്ഷം പെപ്സി ഇടുന്നുണ്ടോ സൈക്കോ? കുട്ടി ഫുള്ള കുട്ടിയാ. കുറച്ച് ആ ഇതിർത്തെ ഉപ്പ് ആവശ്യത്തിന് മതി. ഞങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. പടയും പട്ടാളൊക്കെ വേണം. കയ്യാളായിട്ടാണ് ഈ പിള്ളേരൊക്കെ ഇരിക്കുന്നത്. കൈ നീർണ്ട ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന അപ്പൊ കുറച്ച് മതി. പിന്നെ ബംഗാളി കളർ ശരിക്ക് ആക്ച്വലി നമ്മൾ ഫുഡ് കളർ യൂസ് ആക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ കുട്ടിനെ കൊണ്ടൊന്നും ഇത് ചെയ്യിക്കരുത് കേട്ടോ, കൈ നീറിയാലോ. എന്റെ കുട്ടി വന്നാ മതി, കിച്ച് അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്താൽ മതി. ഞാൻ ഏത് കുട്ടിയാണ് അവിടെ എന്റെ പൊന്നു വരിക. എന്റെ അനിയത്തി കുട്ടി ചെയ്യണ്ട പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്ന നീ ഒരിക്കലും വിചാരിക്കണ്ട. ഇത് എന്റെ കയ്യിൽ നിറടി പണി വൈഫിനുണ്ടോ?
ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ട് വൈഫിനെ കൊണ്ടുവരാവുമ്പോ പറയാം. ഓക്കെ മതി 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 മതി. കൂടുതൽ കളർ ഉപയോഗിക്കും അല്ലടി. അവരുടെ വായക്കൊന്നും ഇത് പിടിക്ക്. അയ്യോ അണ്ണാച്ചി എന്റെ മുറുക്കിയ പോലെ ഉണ്ട് മോന് ശരിക്കും. അതിനെന്താ അപ്പൊ അങ്ങനെ പേസ്റ്റ് ആയിട്ടോ. നല്ലോണം ഇളക്കേ. അതിന്റെ മുന്നേ എന്താ കാട്ടെ ഉപ്പുണ്ടോക്കെ. ഉപ്പ് സെറ്റാണോ? എന്റെ കുട്ടിക്കൊന്നും ആ ഇതേക്ക് നോക്കട്ടെ. ടെസ്റ്റ് സ്റ്റോറി നോക്കട്ടാ. ഇങ്ങോട്ട് അടിക്ക്. മോഞ്ചൊന്ന് കാണിച്ചെടുക്ക്. മൂക്കൊന്നും കണ്ണൊന്നും എല്ലാത്തൊന്നും ഒരുമിച്ച് വെള്ളം വരുന്നത്. നിങ്ങൾ വായോ എന്റെ മടിയിലിരിക്കും. ആ ഇത് ഓരോന്നൊക്കെ ഓരോ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം വിചാരിച്ചാ. ഈ മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നാ മതി. ഞാൻ അങ്ങോട്ട് റെഡിയാക്കി തരും. ഇമ്മന്റെ The end. The സത്യം end. പറയട്ടെ, സത്യം പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞോ. നല്ല അടി കൂടെ ഇളക്കടി. ആ രണ്ട് കൈ കൂടി ഇട്ടാ. ഞാൻ ഇടൂല. ആ കൈ ഇടണ്ട, അവിടെ വെച്ചാ മതി. ഈ കൈ കൊണ്ട് ചെയ്താൽ മതി. ആ കൈ ഇടണ്ട. ആ കൈ മൂക്കിലൊക്കെ ഇട്ടതാവും. ചാർലിന്റെ മൂക്കൊക്കെ നല്ല ഫ്രഷ് മൂക്കാ. എടി അതിന്റെ പുല്ല് എന്താണ് അനക്ക്? മൂക്കിന് തൊള ഓടി അവിടുത്തെ വൃത്തിയില്ലാത്ത കുട്ടി. പക്ഷെ കേസ് ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആട്ടോ. അതിന്റെ കാക്കിൽ പിന്നെ കിട്ടിണ്ടോ തോന്നുന്നു. ആ ഞാൻ പറഞ്ഞതല്ലേ. കയ്യിലല്ലേ ചീച്ചി കുട്ടി. ഈ ഇന്റെ തൊള്ളയിലെന്നെ വെച്ച് തരുന്നു. അങ്ങനെ നോക്കണം. എന്താടി കുഞ്ഞു അങ്ങനെ ഡോക്ക്. ഇതെന്താ 10 മണിക്കൂർ തന്നെ ചെയ്യുന്ന തോന്നുന്നു. ഇത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 1/2 മണിക്കൂറൊക്കെ ഇരിക്കണം. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് 5 മിനിറ്റ്. അതന്നെ സംഭവം ഉച്ച കഴിഞ്ഞു കേട്ടോ. ഞങ്ങക്ക് വിശന്ന് തുടങ്ങാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത് ഞാൻ മന്തിയേക്കാൻ പോട്ടെ കുഞ്ഞോ. ഇമ്മ സാലി അടിച്ചിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ ഇതാവട്ടെ കേട്ടോ. അപ്പൊ സത്യം പറയണോ? അടുത്ത നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അരി ഇടണം. കമോൺട്രി വേഗം 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 വാ. Guys, വെള്ളം തിളച്ചു കേട്ടോ. കാണാലോ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ വെള്ളം നോർമലാണ്. ഞങ്ങളൊക്കെ തിളക്കും പോടാ. അപ്പൊ ഡാൽഡ ഒഴിക്കുക. ഈ ഡാൽഡയും കൂടി ഇത് കൂടെ ഇത്ര മതി കേട്ടോ. ഇത് പൊന്നുവിന്റെ മൂക്കുന്ന് വരുന്ന പോലെ ഉണ്ടല്ലോ. കണ്ടോ, ഇതാണ് ഞാൻ തെറ്റി പോട്ടപ്പോ. ഇതിന്റെ പട്ട കരാമ്പൂ പട്ട ഏലക്ക ഒക്കെ ഇടുക. പിന്നെന്താ പറയോ, ഇതും കൂടി ഇടാം. ഇതാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാന്ന പോലെ ഉണ്ടല്ലോ. ആരെയും പറഞ്ഞു പഠിപ്പിച്ചാ നിങ്ങക്ക്. എനിക്ക് ആ ചെങ്ങായിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞങ്ങള്. പിന്നെ അടുത്തത് കണ്ടോ. ഇതൊന്നാവട്ടെ കേട്ടോ. ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ അരി ഇടാം. ഓക്കെ, ഇത് തിളക്കട്ടെ. അങ്ങനെ ഇവര് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നെയ്ച്ചോറായി ഉണ്ടോ? അല്ലടാ, ചിക്കൻ ഇങ്ങടെ ആവണം ഇടണം മസാല. ഇതിന്റെ പേരാണ് ദമ്മിടാന്ന് കേട്ടോ. ഏതിന്റെ പേര്? അപ്പൊ ദമ്മിടാന്ന് പറഞ്ഞാൽ മറ്റേ പുക വരുന്നതല്ലേ അല്ലേ? ഇതാണ് ദമ്മിലെ കുഞ്ഞോ. ആ കുറച്ച് ദമ്മിടുന്ന ആരാ? നമ്മുടെ സോസിയാത്തെ നോക്കട്ടെ. ഞാൻ തന്നെ ഇനിമാളെ ഇനി അത് കഴിഞ്ഞ് കുറച്ച് ചോറൊക്കെ ഇട്ടോ. ചോറേ ആയി ഒന്ന് പോണം. എന്താ എഴുതി പഠിച്ചിക്ക വായിച്ചു പഠിച്ചിക്ക? പഠിച്ചതൊന്നല്ല, ഞങ്ങൾ ഉണ്ടാക്കി പഠിച്ചതാണ്. ഉണ്ടാക്കി പഠിച്ചതാണല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേസ് ഒരു കാര്യം പറഞ്ഞാ കേട്ടോ. ഞാൻ പറയാം അന്നപ്പോ തന്നെ പറഞ്ഞു. ഇതിൽ നമുക്ക് പറഞ്ഞ് ഇടാം. ആ. ഓക്കെ, എന്താ ഞാൻ സത്യം പറയട്ടെ എന്ന് ഉദ്ദേശിച്ചെന്നറിയോ? നമ്മുടെ ഇതിന് ബാക്കിൽ ഒരു ഫ്രെയിമിൽ ഒരാളുണ്ട്. അല്ല ഫ്രെയിമിലല്ല, ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ ഒരാളുണ്ട്. പിന്നാമ്പുറം കാഴ്ചകൾ അത് ഞാൻ കാണിക്കണില്ല, നമ്മള് കാണിക്കണില്ല. ബാക്ക് താളാണ് ഇവർക്ക് സത്യം പറഞ്ഞത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്ത് അല്ലേ? ആ മോന്റെ അതാ ഓടുന്നത്. കാണിച്ചെടുക്കടേ ഓടുന്നത്. എന്താണ് ഞങ്ങളില്ലേ, ഞങ്ങളിത് ഉണ്ടാക്കാൻ സത്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ബിരിയാണി വെക്കുന്നത്.
കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ശരി, അത് അറിയില്ല. അപ്പൊ ഈ മന്നള് എന്തൊക്കെ കാട്ടണ്. കുഞ്ഞുമാട് ചോദിച്ചു, കുഞ്ഞുമ്മ ഇത് എങ്ങനെയാ വെക്കാന്ന്. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുമ്മ ഞങ്ങൾക്ക് ഇതിന്റെ ഇത് പറഞ്ഞു തന്നു. ഇത് ഉണ്ടാക്കണ കാര്യം അല്ലാണ്ട് പിന്നെ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതിലാകെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വൃത്തിയിലാക്കാൻ സത്യം പറയുകയാണെങ്കിൽ ആക്കാൻ പോലും അറിയുന്നില്ല എന്നർത്ഥം. ആ ചോറ് എന്തൊക്കെ പറയുന്നുണ്ട് ചോറിടാൻ. ശരി ശരി ശരി. ഇവരെന്താ കാട്ട് ചോറിട്ടോ ഒന്നും ഉണ്ടാക്കില്ലേ. എന്റെ പെണ്ണൊക്കെ വരുമ്പോ ഉണ്ടാക്കാൻ അടുപ്പിക്കട്ടോ, ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഈ പൊന്നു ഞാനൊന്നില്ലേ അടുക്കള കയറിയിട്ടുള്ള പരിചയമില്ല കേട്ടോ, സത്യം കിട്ടും. എന്റെ വീട്ടിലാണെങ്കിലും ഇവരൊക്കെ ലക്സറി ലൈഫ് ഉമ്മയാണ് കേറുക, പിന്നെ പൊന്നുവിന്റെ വീട്ടിലാവുമ്പോ ഇപ്പൊ ഞങ്ങള് സെപ്പറേറ്റ് മീൻസ് വേറെ വീടൊക്കെ ആയി ഞങ്ങള് മാറി താമസിക്കുമ്പോഴാണ് കിച്ചണിൽ കയറുന്നത്. അപ്പൊ കിച്ചണിൽ കയറുമ്പോ എന്നീ നേരം വെളുത്ത് എന്തെങ്കിലും തരികട ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഓടിപ്പോവോ ജീവിക്കണ്ടേ. എനിക്കിതൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവള് പറഞ്ഞ അർച്ചിട് ആ ചോറൊപ്പാക്കാൻ എന്താ സീക്രറ്റ്. അയ്യോ തെറ്റിപ്പോയി. എന്താണ് ഈ ഇടക്കിടക്ക് കുട്ടീനെ ആക്കിയിട്ട് ഇത് ലാസ്റ്റ് അതാ തെറ്റിപ്പോയി. തെറ്റുണ്ട് guys. ഇവിടെ ലാസ്റ്റിക്ക് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്താ കാട്ടാന്നുള്ളത്. സത്യം പറയാൻ ദമ്മിട്ടിട്ട് വിളിക്കാം. കുഞ്ഞിമാന്റെ മൊക്കൊക്കെ മാറണ്ട് കട്ടയ്ക്ക് ഇത് ദമ്മെടുത്തോ ഞങ്ങള് ഞാൻ ഒറ്റക്ക് വഴി വെട്ടി വന്ന കച്ചമ്പറോടെ വഴി ഓ ഗൈസ് ബിരിയാണി കണ്ടോ ഇവര് ഉണ്ടാക്കിയേ? കണ്ടിട്ട് നല്ല ചേരുണ്ട പോലെ ഉണ്ട്. കഴിച്ചിട്ട് കേട്ടോ. പിന്നെ നേരെ സമയം ഒരുപാട് നല്ല ലേറ്റ് ആയി. ജൈഗോ ഉറങ്ങടക്കം ചെയ്തു. ഞങ്ങൾ തന്നെ ടേസ്റ്റ് ഇപ്പൊ കാണിച്ചു തരുന്നില്ല അതൊന്നും. ഞങ്ങള് സൂപ്പറായി നോക്കട്ടെ. ഓ ആ വായിക്ക് കേട്ടുന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേ. ഓ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സീരിയസ്ലി നൈസ് ആയിണ്ട്. ഒരു വായോ അടിപൊളിയല്ലേ? ഇതെന്ന് ഇടേന്ന് ഒരു ചിക്കൻ കാല് കൊണ്ടിട്ട് അതിന്റെ ഷഹല് പറഞ്ഞിട്ടൊരു അനിയുണ്ട് എനിക്ക്. അതിന്റെ പ്ലേറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ ചിക്കൻ കാല്. ഒരു കുരുപ്പില്ലേ? ആ ഒരു കൗട്ട. അതന്നെ ഒരു കൗട്ട. ഒരു നായിക്കാട്ട. പക്ഷെ അതിന്റെ പുഞ്ചിരി തഞ്ചു. പുഞ്ചിരി കാട്ടിക്ക് ഇഷ്ടം ഏതാന്നറിയോ? പുള്ളിയാ. ഒന്ന് കാണിച്ചു കൊടുക്കണ കൊച്ചിനെ.